students, welcome to Bosco Campus Vision. I am Lakshmi VS, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 8th lecture on banking and insurance. This lecture is based on banking, which is the first module in the subject banking and insurance for semester 1 students of BCom. In previous lecture, we were discussing about functions of commercial banks, and in this lecture, we are going to continue with the same topic, that is functions of commercial banks. നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സിൽ പ്രൈമറി ഫങ്ഷൻസിൽ അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് ഡിസ്കസ് ചെയ്തു. ആൻഡ് ഇൻ ദിസ് ലെക്ചർ നമ്മൾ പ്രൈമറി ഫങ്ഷൻസിൽ ലെൻഡിങ് മണി എന്ന ഫങ്ഷൻ മുതൽ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ലെൻഡിങ് മണി മീൻസ് ക്യാഷ് ക്രെഡിറ്റിന് കടമായിട്ട് നൽകുന്ന ഒരു പ്രോസസ്സാണ്. ലെൻഡിങ് മണി കൊമേഴ്ഷ്യൽ ബാങ്ക്സ് പ്രൊവൈഡ് എ ചാനൽ ത്രൂ വിച്ച് ദ ഇൻഡിവിജ്വൽ സേവിങ്സ് ക്യാൻ ബി ലെൻഡ് ടു കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. സോ ഇൻഡിവിജ്വൽ സേവിങ്സിനെ കൊമേഴ്സിലേക്കും ഇൻഡസ്ട്രിയിലേക്കും ലെൻഡ് ചെയ്യുവാനുള്ള ഒരു ചാനലാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദ ബാങ്ക്സ് ലെൻഡ് മണി ഇൻ ഡിഫറെൻറ്റ് ഫോംസ്. ദേ ക്യാൻ ബി എയ്തർ സെക്യൂർഡ് ഓർ അൺസെക്യൂർഡ്. ബാങ്ക്സ് പല ഫോംസിലാണ് ക്യാഷ് ലെൻഡ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ലെൻഡിങ് എയ്തർ ബി സെക്യൂർഡ് ഓർ അൺസെക്യൂർഡ്. ആൻഡ് ഈ ലെൻഡിങ്ങിൻ്റെ മോസ്റ്റ് പോപ്പുലർ ഫോംസ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഓവർ ഡ്രാഫ്റ്റ്. Overdraft is a facility extended by a commercial bank to its current account operators to meet their seasonal requirements of extra money. അതായത് ഓവർഡ്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി അതൊരു കൊമേഴ്ഷ്യൽ ബാങ്ക് അതിൻ്റെ കറണ്ട് അക്കൗണ്ട് ഓപ്പറേറ്റേഴ്സിന് കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ്. ഈ കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിന് സീസണൽ റിക്വയർമെൻറ്റ്സിൻ്റെ ഭാഗമായിട്ട് എക്സ്ട്രാ മണി നീഡഡ് ആവുകയാണ് എങ്കിൽ അപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയാണ് ഓവർഡ്രാഫ്റ്റ്. When a current account holder is permitted by the banker to draw more than what stands to his credit, such advance is called an overdraft. അതായത് ഒരു കറണ്ട് അക്കൗണ്ട് ഹോൾഡർക്ക് അയാളുടെ അക്കൗണ്ടിൽ എത്ര എമൗണ്ട് ആണോ ബാലൻസ് ഉള്ളത് അതിൽ കൂടുതൽ വിഡ്രോ ചെയ്യാൻ ഒരു ബാങ്കർ പെർമിഷൻ നൽകുകയാണ് എങ്കിൽ സച്ച് അഡ്വാൻസ് ഇസ് കോൾഡ് ആൻ ഓവർഡ്രാഫ്റ്റ്. It is given on the basis of a written application and a promissory note signed by the customer. കറണ്ട് അക്കൗണ്ട് ഹോൾഡർ അതായത് കസ്റ്റമർ ഒരു റിട്ടൺ ആപ്ലിക്കേഷനും സൈൻ ചെയ്തൊരു പ്രോമിസറി നോട്ടും നൽകുമ്പോഴാണ് അതിൻ്റെ ബേസിസിലാണ് ഓവർഡ്രാഫ്റ്റ് നൽകുന്നത്. ഇൻട്രസ്റ്റ് ഇസ് ചാർജ്ഡ് ഓൺ ദ എക്സാക്ട് എമൗണ്ട് ഓവർഡ്രോൺ ബൈ ദ കസ്റ്റമർ ആൻഡ് ഫോർ ദ പീരീഡ് ഓഫ് ഇറ്റ്സ് ആക്ച്വൽ യൂട്ടിലൈസേഷൻ. കസ്റ്റമർ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലുള്ളതിലും കൂടുതൽ എത്ര തുകയാണോ അധികം വിഡ്രോ ചെയ്യുന്നത് ആ എമൗണ്ടിൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും ഫോർ ദ പീരീഡ് ഓഫ് ഇറ്റ്സ് ആക്ച്വൽ യൂട്ടിലൈസേഷൻ. സെക്കൻഡ് ഫോം ഓഫ് ലെൻഡിങ് മണി ഈസ് ക്യാഷ് ക്രെഡിറ്റ്. Credit facility sanctioned by banks on special request by their current account customers for meeting their working capital requirements. അതായത് കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സ് കറണ്ട് അക്കൗണ്ട് കസ്റ്റമേഴ്സ് അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബാങ്ക്സിന് ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് സാങ്ഷൻ ചെയ്യുന്ന ഒരു ക്രെഡിറ്റ് ഫെസിലിറ്റിയാണ് ക്യാഷ് ക്രെഡിറ്റ്. ബോറോവർ ഈസ് ചാർജ് ഇൻട്രസ്റ്റ് ഓൺ ദ ആക്ച്വൽ എമൗണ്ട് യൂട്ടിലൈസ്ഡ് ബൈ ഹിം ആൻഡ് ഫോർ ദ പീരീഡ് ഓഫ് ആക്ച്വൽ യൂട്ടിലൈസേഷൻ. ആൻഡ് എമൗണ്ട് ബോറോ ചെയ്യുന്ന പേഴ്സൺ അതായത് ബോറോവർ ആ ബോറോവർക്ക് ആക്ച്വൽ എമൗണ്ട് യൂട്ടിലൈസ്ഡിലും പീരീഡ് ഓഫ് ആക്ച്വൽ യൂട്ടിലൈസേഷനിലും ഈ രണ്ട് ബേസിസിലും ഇൻട്രസ്റ്റ് ചാർജബിൾ ആണ്. തേർഡ് വൺ ഈസ് ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. Discounting is the process of encashing bills of exchanges before their maturity by outright sale to the bank for an amount lesser than their face value. It means that ബിൽസ് ഓഫ് എക്സ്ചേഞ്ചസ് അതിൻ്റെ മെച്യൂരിറ്റിക്ക് മുൻപ് തന്നെ എൻക്യാഷ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡിസ്കൗണ്ടിങ്. ആൻഡ് ഇത് ചെയ്യുന്നത് ബാങ്കിന് ഈ പറഞ്ഞ ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ഔട്ട്റൈറ്റ് സെയിൽ നടത്തിക്കൊണ്ടാണ്. ആൻഡ് ഇതുവഴി കസ്റ്റമർ റിസീവ് ചെയ്യുന്നത് ആ ബിൽസ് ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ഫേസ് വാല്യൂവിലും ലെസ്സറായ എമൗണ്ട് ആണ്. ഇൻട്രസ്റ്റ് ഇസ് റിസീവ്ഡ് ബൈ ദ ബാങ്കർ ഇൻ അഡ്വാൻസ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ ഇൻട്രസ്റ്റ് ബാങ്കറാണ് റിസീവ് ചെയ്യുന്നത് ആൻഡ് ഇറ്റ് ഇസ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. Fourth one is loans and advances. In case of loan, the banker advances a lump sum for a certain period at an agreed rate of interest. അപ്പോൾ ലോണിൻ്റെ കേസിൽ ഒരു ബാങ്കർ certain പീരീഡിലേക്ക് ഒരു എഗ്രീഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ലംസം ആയിട്ട് എമൗണ്ട് ലെൻഡ് ചെയ്യുന്നു അഡ്വാൻസ് ചെയ്യുന്നു. എൻറ്റയർ എമൗണ്ട് ഇസ് പെയ്ഡ് എയ്തർ ഇൻ ക്യാഷ് ഓർ ബൈ ക്രെഡിറ്റ് ടു ഹിസ് കറണ്ട് അക്കൗണ്ട് വിച്ച് ക്യാൻ വിഡ്രോ അറ്റ് എനി ടൈം. ആൻഡ് ഈ ലംസമായിട്ട് നൽകുന്ന എമൗണ്ട് ഒന്നുകിൽ ക്യാഷ് ആയിട്ട് തന്നെ പേ ചെയ്യും, അല്ല എന്നുണ്ടെങ്കിൽ കസ്റ്റമറിൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. ആൻഡ് ആ അക്കൗണ്ടിൽ നിന്നും കസ്റ്റമറിന് എപ്പോൾ വേണമെങ്കിലും അത് വിഡ്രോ ചെയ്യാവുന്നതാണ്. മെയ്ഡ് വിത്ത് ഓർ വിത്തൗട്ട് സെക്യൂരിറ്റി. ഇറ്റ് മീൻസ് ദാറ്റ് ഈ ഒരു ലോൺസ് അഡ്വാൻസ് ചെയ്യുന്നതിന് ഒന്നുകിൽ ബാങ്ക് ഒരു സെക്യൂരിറ്റി റിസീവ് ചെയ്യും, ആ സെക്യൂരിറ്റിയുടെ ബേസിസിലായിരിക്കും ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി റിസീവ് ചെയ്യാതെയും ലോൺസ് നൽകാറുണ്ട്.
ലോൺ മേ ബി എ ഡിമാൻഡ് ലോൺ ഓർ എ ടേം ലോൺ. ലോൺ രണ്ട് ടൈപ്പാണുള്ളത്. ഇറ്റ് മേ ബി എ ഡിമാൻഡ് ലോൺ ഓർ എ ടേം ലോൺ. ഡിമാൻഡ് ലോൺ ഇറ്റ് ഈസ് എ ലോൺ പേബിൾ ഓൺ ഡിമാൻഡ്. അതായത് ഡിമാൻഡിൽ പേബിൾ ആകുന്ന ഒരു ലോണാണ് ഡിമാൻഡ് ലോൺ. ഇറ്റ് മീൻസ് ദാറ്റ് ലെൻഡർ എപ്പോഴാണോ റീപേ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നത് അപ്പോൾ റീപേ ചെയ്യേണ്ട എമൗണ്ട് ഓഫ് ലോണാണ് ഡിമാൻഡ് ലോൺ. And it is lent for a short period. Usually it is granted to meet working capital needs of the borrower. ബോറോവറിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ നീഡ്സ് ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് മിക്കപ്പോഴും ഗ്രാൻഡ് ചെയ്യുന്നത്. ടേം ലോൺസ് മീഡിയം ടേം ലോൺസോ ലോങ് ടേം ലോൺസോ ആകാം. മീഡിയം ടേം ലോൺസ് ഇസ് ഗ്രാൻഡഡ് ഫോർ എ പീരീഡ് റേഞ്ചിങ് ഫ്രം 1 year to 5 years. 1 year മുതൽ 5 year വരെയുള്ള പീരീഡിലേക്കാണ് മീഡിയം ടേം ലോൺസ് ഗ്രാൻഡ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഗ്രാൻഡഡ് ഫോർ ദ പർച്ചേസ് ഓഫ് വെഹിക്കിൾസ്, ട്രാക്ടേഴ്സ്, ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്. സോ മീഡിയം ടേം ലോൺസ് ഗ്രാൻഡ് ചെയ്യുന്നത് വെഹിക്കിൾസോ ട്രാക്ടേഴ്സോ ടൂൾസോ എക്യുപ്മെൻറ്റ്സോ ഒക്കെ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ടേം ലോൺസിലെ സെക്കൻഡ് ടൈപ്പാണ് ലോങ് ടേം ലോൺസ്. ഇറ്റ് ഈസ് ഗ്രാൻഡഡ് ഫോർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ സച്ച് ആസ് പർച്ചേസ് ഓഫ് ലാൻഡ്, കൺസ്ട്രക്ഷൻ ഓഫ് ഫാക്ടറി ബിൽഡിംഗ്, പർച്ചേസ് ഓഫ് ന്യൂ മെഷീനറി ആൻഡ് മോഡേണൈസേഷൻ ഓഫ് പ്ലാന്റ്. അപ്പോൾ സർട്ടൺ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സിന് വേണ്ടിയാണ് ലോങ് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സിനുള്ള എക്സാമ്പിൾസ് ആണ് പർച്ചേസ് ഓഫ് ലാൻഡ്, കൺസ്ട്രക്ഷൻ ഓഫ് ഫാക്ടറി ബിൽഡിംഗ്, പർച്ചേസ് ഓഫ് ന്യൂ മെഷീനറി ആൻഡ് modernization of plant. We will discuss the balance portion on the topic functions of commercial banks in the coming lectures. Thank you.